നമസ്കാരം, ഞാൻ ശ്രുതി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഇടപെട്ട് കമ്മീഷൻ. ഹനാനെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി നടന്ന പ്രചാരണങ്ങളിൽ ഇടപെട്ട് വനിതാ കമ്മീഷൻ. കോളേജ് യൂണിഫോമിൽ റോഡരികിൽ മീൻ വിറ്റ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് സോഷ്യൽ മീഡിയ ഗുണ്ടായിസമെന്ന് അധ്യക്ഷ MC ജോസഫൈൻ. ഹനാൻ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഹനാനെ അപകീർത്തിപ്പെടുത്തിയവർക്കെതിരെ കേസെടുക്കുമെന്നും നാളെ ഹനാനെ നേരിൽ കാണുമെന്നും ജോസഫൈൻ. തമ്മനത്ത് യൂണിഫോമിൽ മീൻ വിൽക്കുന്ന ഹനാനെ കുറിച്ചുള്ള വാർത്ത വൈറലായതോടെ ഒട്ടേറെ പേർ സഹായ വാഗ്ദാനങ്ങളുമായി രംഗത്തെത്തി. വാർത്തയ്ക്ക് പിന്നാലെ തന്റെ അടുത്ത സിനിമയിൽ ഹനാന് അവസരം നൽകുന്ന വാഗ്ദാനം സംവിധായകൻ അരുൺ ഗോപി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് സിനിമയുടെ പ്രമോഷനു വേണ്ടിയാണ് മീൻ വിൽപ്പന എന്ന ആക്ഷേപം ഉയർന്നത്. ഹനാനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ മോശം പ്രചാരണം നടത്തിയവരെ നിരീക്ഷിച്ചു വരുന്നതായി സൈബർ സെൽ. മുന്നറിയിപ്പുമായി മന്ത്രി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി അണക്കെട്ട് 7 ദിവസത്തിനുള്ളിൽ തുറക്കേണ്ടി വരുമെന്ന് മന്ത്രി M. M. മണി. നീരൊഴുക്ക് കുറഞ്ഞാൽ അണക്കെട്ട് തുറക്കുന്നത് പരമാവധി ഒഴിവാക്കും. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് 142 അടി എത്തുന്നതിന് മുൻപ് തുറക്കേണ്ടി വരുമെന്നും മന്ത്രി. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലെത്താൻ ഇനി 12.82 അടി വെള്ളം കൂടി മതിയാകും. ഈ സാഹചര്യത്തിൽ അണക്കെട്ടിന്റെ താഴ്ഭാഗത്തുള്ള പെരിയാർ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം. നീരൊഴുക്ക് ശക്തമായി തുടരുന്നതിനാൽ അണക്കെട്ട് തുറക്കേണ്ടി വരും. ഇത് കണക്കിലെടുത്താണ് ജാഗ്രതാ മുന്നറിയിപ്പ്. ജലനിരപ്പ് 2400 അടിയിലെത്തിയാൽ അധികമായി എത്തുന്ന വെള്ളം ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടർ വഴി പുറത്തേക്ക് ഒഴുക്കാനാണ് തീരുമാനം. ഒരാൾ കൂടി അറസ്റ്റിൽ. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ വധിച്ച കൊലയാളി സംഘത്തിലെ അംഗമെന്നു കരുതുന്ന ഒരാളുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. പള്ളുരുത്തി ബത്തേരി സ്വദേശി സനീഷിന്റെ അറസ്റ്റാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ഇയാളെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസം പിടിയിലായ ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റിഫയെ ചോദ്യം ചെയ്തു വരുന്നതായും അന്വേഷണ സംഘം. കേസിൽ നിർണായക വഴിത്തിരിവായേക്കാവുന്ന തിരിച്ചറിയൽ പരേഡ് ഉടനുണ്ടാകും. മുഖ്യപ്രതി ആലപ്പുഴ സ്വദേശി മുഹമ്മദ് ഉൾപ്പെടെ അറസ്റ്റിലായിട്ടുള്ളത് 14 പേർ. കൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ ക്രിമിനലുകളും ഇക്കൂട്ടത്തിൽ. എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യപ്രതി മുഹമ്മദിനെ ആലപ്പുഴയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടും ഇയാൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കണ്ടെത്താനായിരുന്നില്ല. അഭിമന്യുവിന്റെ ഫോണിനും കുത്തിയ കത്തിക്കുമായുള്ള തിരച്ചിലുകളും തുടരുന്നു. ചെർക്കളത്തിന് വിട. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ചെർക്കളം അബ്ദുള്ള അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ചെർക്കളത്തെ വസതിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അബ്ദുള്ളയെ കഴിഞ്ഞ ദിവസമാണ് വീട്ടിലേക്ക് മാറ്റിയത്. സംസ്കാരം വൈകിട്ട് 6-ന് ചെർക്കളം മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിൽ. AK ആന്റണി മന്ത്രിസഭയിൽ 2001-2004 കാലയളവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന ചെർക്കളം 4 തവണ മഞ്ചേശ്വരം MLA ആയിട്ടുണ്ട്. 2010-ൽ പിന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ സ്ഥാനം വഹിച്ചിരുന്ന ചെർക്കളം അബ്ദുള്ള കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ സാന്നിധ്യമായിരുന്നു. 1942 സെപ്റ്റംബർ 15-ന് ബാരിക്കോട് മുഹമ്മദ് ഹാജിയുടെയും ആസ്യമ്മയുടെയും മകനായി ചെർക്കളത്ത് ജനനം. മുസ്ലിം ലീഗ് നിയമസഭാ പാർട്ടി സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, വഖഫ് ബോർഡ് അംഗം, നിയമസഭയുടെ വൈദ്യുതി, കൃഷി, റവന്യൂ സബ്ജക്ട് കമ്മിറ്റി അംഗം, സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്ത നേതാവായിരുന്നു. ആരോഗ്യത്തിൽ പുരോഗതിയില്ല. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ M. കരുണാനിധിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. അണുബാധയെ തുടർന്നുണ്ടായ പനിയും മറ്റ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെയും തുടർന്ന് കാവേരി ആശുപത്രിയിലെ ഡോക്ടർമാരടങ്ങിയ പ്രത്യേക സംഘം ഗോപാലപുരത്തെ വീട്ടിൽ വച്ചാണ് ചികിത്സ നൽകുന്നത്. ഇന്നലെ ഉപമുഖ്യമന്ത്രി O. പനീർശെൽവം, മന്ത്രി D. ജയകുമാർ, നടൻ കമൽഹാസൻ എന്നിവർ കരുണാനിധിയെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു. അതേസമയം തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന് അടിത്തറ പാകിയ DMKയുടെ തലപ്പത്ത് കരുണാനിധി എത്തിയിട്ട് ഇന്നേക്ക് 1/2 നൂറ്റാണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായി ഇത്രയും കാലം ഒരാൾ തുടരുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. വാക്കുകൾ കൊണ്ട് തമിഴ് ജനതയെ ഇളക്കി മറിച്ച കലൈஞർ കരുണാനിധിയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ച് തമിഴകം. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ടീന അന്ന മാത്യു ചേരും. നമസ്കാരം.